അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു മജ്ലിസ് കബൂലാക്കട്ടെ. മഹാനവർകളുടെ മഹബത്ത് വെച്ച് അഹ്ലു ബൈത്തിനെ മഹബത്ത് വെച്ച് ഈ പരിപാടികൾക്ക് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ ആളുകൾക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇവിടുത്തെ ദർസ് അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീന് അതിന്റെ നിലനിൽപ്പ് തന്നെ ഇൽമു കൊണ്ടാണ്. ഞാൻ പ്രസംഗിക്കുന്നില്ല. അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യം അത് എവിടെയായാലും ഏത് കാലത്തായാലും ഏത് നാടുകളായാലും അത് വലിയ ബറക്കത്തുള്ള വിഷയമാണ്. ആ നാട് ആത്മീയമായി ഈമാനികമായി പുരോഗമിക്കാനും മോമിനീങ്ങളുടെ ആത്മീയ ഈമാനികമായ വളർച്ചയ്ക്ക് കാരണമാകാനും അതെവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നൊരു പ്രധാന വിഷയമാണ്. എന്നതുപോലെ ഈ ഉള്ളോട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഇവിടെ കിടക്കുന്ന ഹംസക്കോയ തങ്ങൾ അല്ലാഹുവിന്റെ ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങളാകുന്ന ബഹുമാനപ്പെട്ട പൂക്കുഞ്ഞിത്തങ്ങള് അല്ലാഹു ആഫിയത്തിനോട് ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. മറ്റൊരു സയ്യിദവറുകൾ അല്ലാഹു ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകട്ടെ. അങ്ങനെ കുടുംബങ്ങളും മറ്റു മുഅ്മിനീങ്ങളും അതുപോലെ ഇവിടെ മജ്ലിസിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ലത്തീഫ് ഖാഫി അവർകൾ എല്ലാ മുഅ്മിനീങ്ങൾക്കും സഹകരിച്ചവർക്ക് അല്ലാഹു അർഹമായ കൂലി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിന് വേണ്ടി അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീൻ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാരും ഇവിടെ ഒരു മണി അരി കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു 5 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു 10,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ പേരിനോ പ്രശസ്തിക്കോ നമുക്ക് മറ്റെന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് വജ്ഹില്ല. നാളെ നാം ഒറ്റക്ക് പോയി കിടക്കേണ്ട ഒരു സ്ഥലമുണ്ട്, നമ്മുടെ ഖബർ, ഇരുട്ടറ. ആ ഖബറിനകത്ത് എനിക്ക് വെളിച്ചമാകാൻ, അല്ലെങ്കിൽ മരിച്ച് ഖബറിൽ കിടക്കുന്ന എന്റെ ബാപ്പയ്ക്ക് വെളിച്ചമാകാൻ, എന്റെ ഉമ്മയുടെ ഖബർ വെളിച്ചമാകാൻ, എന്റെ വേണ്ടപ്പെട്ടവരുടെ ഖബർ വെളിച്ചമാകാൻ, നാളെ മഹ്ശറിൽ ചെന്ന് നന്മയും തിന്മയും തൂക്കുമ്പോ ഒരല്പമെങ്കിലും നന്മയുടെ തട്ടിൽ നിന്നും തൂക്കം കിട്ടിയൊന്ന് വിജയിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ ഇതിന് വരുന്നത്, ഇതിനു വേണ്ടി സഹായിക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മഹാന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ബറക്കത്തെടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആർക്കും, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു നേട്ടവും അവർ ലക്ഷ്യം വെക്കുന്നില്ല, അതൊട്ട് കിട്ടാനുമില്ല. നേരെ മറിച്ച് റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു തആല കൊടുത്ത കഴിവുകളെ കൊണ്ട് അവര് റെക്കമെൻഡ് ചെയ്യുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഏറ്റവും ഉന്നതമാക്കപ്പെട്ട മഖാമം മഹ്മൂദ, അതേപോലെ തന്നെ ശഫാഅത്തുൽ ഉലമ, അത് വെച്ച് ഓരോ ഉമ്മത്തികളിൽപ്പെട്ട മെമ്പർമാർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് പോലെ ഓരോ ഈ സമുദായത്തിലെ മഹാന്മാരായ ആളുകൾ അവരവരുടെ ഒത്താശക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട്, അവരവരുടെ കൂടെ കൂടിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ രക്ഷപ്പെട്ടാൽ എന്റെ കൂടെ കൂടിയവരും രക്ഷപ്പെടും. ഏതുപോലെ ഒരു കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു കപ്പല്, ആ കപ്പൽ ഒരു അപകടവുമില്ലാതെ ഒരു പ്രയാസങ്ങളുമില്ലാതെ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് എത്തിയാൽ കപ്പലെത്തുമ്പോ കപ്പലിലുള്ളവർ രക്ഷപ്പെട്ടു, കപ്പലിലുള്ള ചരക്കുകൾ രക്ഷപ്പെട്ടു എന്നതുപോലെ ഈ ദുനിയാവിൽ എന്റെ കൂടെ കൂടിയവരാരൊക്കെയുണ്ടോ അതാണ് ഔഫുല്ലാദം തങ്ങൾ പറഞ്ഞത്. മഹാന്മാരായ മഹാന്മാർ മുഴുവൻ പറഞ്ഞത് അതാണ്. അവരുടെ കൂടെ ആര് കൂടിയോ അവരൊക്കെ രക്ഷപ്പെടും. ആ നേതാക്കൾ രക്ഷപ്പെടുമ്പോ അവര് കൈപിടിക്കും. അല്ലാഹു മഹാന്മാരുടെ മദദും ബറക്കത്തും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും നമ്മുടെ സന്താന പരമ്പരകളെയും മുഅ്മിനീങ്ങളെയെല്ലാം അല്ലാഹു തആല പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന ആളുകൾക്കൊക്കെ നീ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. മൃഗങ്ങൾ വിളിച്ചെടുത്തവർക്ക് അതിന്റെ രോമങ്ങളുടെ എണ്ണമനുസരിച്ച് നീ ഹസനത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.